നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണെന്താ, CEO കണ്ടിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞ് വാശി പിടിച്ച് ക്യാബിനിൽ തന്നെ ഇരിക്കുക. സമയത്തിനെത്താൻ പറ്റാത്തത് മറ്റെന്തോ സാഹചര്യത്തിലായി പോയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഈ ജോലി പുള്ളിക്ക് തന്നെ വേണമെന്നും പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ പരിശോധിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ആളാ. പിന്നെ ജോലി കൊടുക്കുന്നതും അല്ലാത്തതും നന്ദന്റെ ഇഷ്ടം. അത് നന്ദൻ വന്നൊന്ന് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും അയാൾ തിരികെ പോകാൻ കൂട്ടാക്കുന്നില്ല. അതാ. അയാൾ ഇപ്പോഴും മനുവിന്റെ ക്യാബിനിലുണ്ട്. ഉണ്ട്. എന്നാ ഞാൻ പറയാം അയാളോട്, എത്ര യോഗ്യതയുള്ള ആളാണെങ്കിലും ഇന്റർവ്യൂവിന് സമയത്ത് വരണ്ടേ? അതുകൊണ്ട് എന്ത് യോഗ്യതയുള്ള ആളാണെന്ന് പറഞ്ഞാലും ഈ ഓഫീസിൽ ജോലിയില്ല. അത് അനൂപ് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അനൂപ ഇന്റർവ്യൂ 10 മണിക്കായിരുന്നു. വന്നവരിൽ ചിലരെ സെലക്ട് ചെയ്യുകയും ചെയ്തു. 11:30 കയറി വന്ന നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ഒരാളെ എങ്ങനെയാ ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആക്കുന്നത്? താനാണോ സാറ്? നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇതാനുവേ ഞാൻ ഇന്നലെ പറഞ്ഞ ആള്. ഓ, റോഡിൽ വെച്ച് പ്രശ്നം ഉണ്ടായപ്പോ. ഓ, അത് ഇയാളായിരുന്നു. ഇതാണ് നന്ദൻ, നന്ദകുമാർ. നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ CEO ഒരാളാണ്. ഓ, ഇയാളുടെ പേരെന്തായിരുന്നു? ധനുഷ്. ധനുഷെ, ഇന്റർവ്യൂ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും വേക്കൻസി വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. നമ്പർ തന്നിട്ട് പോയാൽ മതി. സർ, സർ, എനിക്ക് ജോലി അത്യാവശ്യമായിരുന്നു. കറക്റ്റ് സമയത്ത് എത്താൻ കണക്കാക്കി ഞാൻ ഇറങ്ങിയതാ. അപ്പോഴാ ഇന്നലത്തെ പ്രശ്നത്തിന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. ചെന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ വരുന്നു പോയി. SI സാറ് വരാൻ താമസിച്ചതുകൊണ്ട് അവിടെ പെട്ടുപോയി. അതാ സർ ഇന്റർവ്യൂവിന് എത്താൻ ലേറ്റ് ആയത്. എന്റെ സർട്ടിഫിക്കറ്റ് സാർ കൂടി നോക്കണം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ റാങ്ക് ഹോൾഡറാണ്. 1-2 കോർപ്പറേറ്റ് ഓഫീസുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് എന്ന ഈ കമ്പനിയെ ഉയർച്ചകളിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും സർ, അത് ഉറപ്പാ. ധനുഷ്, ഒരു കാര്യം ചെയ്യ്. എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ശരി സർ. അനുവേ, ധനുഷിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ശ്വേത ഏൽപ്പിച്ചേക്ക്. അപ്പോ കാണാം ധനുഷ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ശരി. ചേച്ചി, ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാ എന്നെ വൃന്ദാവനം വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവല്ലേ. പക്ഷെ ചേച്ചി ഇല്ലാതെ എനിക്ക് അവിടെ ബോറടിക്കും. നേരെടുത്ത് നിന്നോടൊപ്പം അങ്ങോട്ട് വരുമല്ലോ. ആവണി മോളും അവിടെയുണ്ട്. പിന്നെന്താ ബോറടിക്കാൻ? നിങ്ങൾക്കൊരു കുഞ്ഞാവാത്തതില് ചേച്ചിക്ക് വിഷമമൊന്നുമില്ലേ? സത്യത്തിൽ ഈ വീട്ടില് ആദ്യം ഗർഭിണിയാവേണ്ട ആളായിരുന്നു ചേച്ചി. സച്ചേട്ടനോട് പറയും ഇനി ഓരോ കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കണ്ടെന്ന്. സത്യം പറഞ്ഞാ ഞങ്ങൾ തൽക്കാലം ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇപ്പോ. ചിന്തിക്കണം, അല്ലെങ്കിലേ അതിന്റെ നാണക്കേട് എനിക്കും കൂടിയാ. ചേച്ചി അനിയത്തെ ഓവർടേക്ക് ചെയ്തോന്ന് എല്ലാവരും പറയും. ചേച്ചിക്ക് അറിയാലോ എന്റെ കാര്യം. എങ്കിലും അവന്തികേട്ടതിക്ക് ഒരു കുഞ്ഞാവുന്നതിന് മുൻപ് ചേച്ചിക്ക് ആവായിരുന്നു. അങ്ങനെ ഒരു മത്സരത്തിന് പറ്റുന്ന കാര്യമല്ലല്ലോ മോളെ ഇത്. തീരുമാനങ്ങളും സമയവും വിധിയും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴല്ലേ അതൊക്കെ നടക്കൂ.
ചിലപ്പോ നമ്മൾ ആഗ്രഹിച്ചാലും നടക്കണമെന്നില്ല. എന്താണ് എന്റെ ഏട്ടത്തിമാരൊരു ചർച്ച? ഉം? എന്തോ സീരിയസ് ആയ കാര്യമൊന്ന് മനസ്സിലായി. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? സിക്സ്ത് സെൻസ്, എനിക്കതിനുള്ള കഴിവുണ്ട്. ഉം, അത് പറയാനുള്ള ആരോഗ്യം പോലും നിനക്കില്ല. സത്യം പറയും, നീ ചേച്ചിയുടെ മുഖം കണ്ടല്ലേ ഞങ്ങൾ എന്തോ സീരിയസ് കാര്യം സംസാരിക്കണമെന്ന് മനസ്സിലാക്കിയത് അല്ലേ? ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. കാര്യം പറയും. വിലയേറിയ അഭിപ്രായങ്ങളെ ഞാനും കൂടെ രേഖപ്പെടുത്തട്ടെ. സച്ചേട്ടനും അച്ചേച്ചിക്കും ഒരു കുഞ്ഞ് എത്രയും വേഗം വേണോന്ന് ഞാൻ പറയായിരുന്നു. അപ്പൊ സോറി, എനിക്കതിലൊന്നും പറയാനില്ല. ഇവരോട് രണ്ടുപേരോട് ഞാനത് പറഞ്ഞു മടുത്തു. ആ, ഇനി ഞാൻ കെട്ടിയൊരു കുട്ടിയായാലും ഇവരതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ദേ കേട്ടല്ലോ ചേച്ചി, ഈ പരാതി നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് സച്ചേട്ടനോട് സംസാരിച്ച് ഒരു കുഞ്ഞ് വേണോന്നുള്ള തീരുമാനത്തിലെത്തണം. ഇപ്പൊ ആതിരേട്ടത്തിയുടെ സീമന്തവും അവന്തികേട്ടത്തി ഗർഭിണിയായതിന്റെ ആഘോഷമൊക്കെ നടക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ ശേഷം അർച്ചനേട്ടത്തിക്കും സച്ചേട്ടനും കുഞ്ഞുണ്ടാവുമ്പോ അത് നമുക്ക് ഇതിനേക്കാളൊക്കെ ആഘോഷമാക്കണം. അതെ, അന്ന് ആ ആഘോഷത്തിന് ഞാനും എന്റെ കുഞ്ഞും ഉണ്ടാവും. ഇനി ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്, കേട്ടല്ലോ? വാ. ചെറുപ്പത്തിലെ നിനക്ക് കുറുമ്പും കുസൃതിയും ഒക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. എങ്കിലും പഠിക്കാൻ ആളും എടുക്കാനായിരുന്നല്ലോ. എന്തായാലും വിളിച്ചതിന് മാഷ് സന്തോഷമുണ്ട് പ്രവീണെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ശരി മോനെ. അപ്പൊ നീ ഇടയ്ക്കൊക്കെ വിളിക്കേ. ശരി മോനെ. ഞാൻ പഠിപ്പിച്ച ഒരു പയ്യനാ. അവന് സെക്രട്ടേറിയറ്റ് ജോലി ശരിയായെന്ന് പറയാൻ വിളിച്ചതാ. തന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നു? കാര്യം പറ കമലേ. മീര വിളിച്ചിരുന്നു. അതിനെന്താ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അത് നമ്മളെ കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ് മാഷെ. എന്താ കമലേ? ഇന്ന് അച്ഛന് കുഞ്ഞുങ്ങളുണ്ടാവാൻ താമസിക്കുന്ന കാര്യം പറഞ്ഞ് അവന്തിക നമ്മുടെ അച്ഛപ്പോളെ കളിയാക്കി സംസാരിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.